ഹലോ വിഡിയർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചുരിദാർ ടോപ്പ് കട്ടിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ലൈനിങ് ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈനിങ് തുണി, ഇത് ചുരിദാർ തുണി. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ലൈനിങ് 2.5 മീറ്റർ തുണിയാണ് എടുത്തത്. പിന്നെ ഇനി നമുക്ക് അളവിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഫുൾ ലെങ്ത്താണ് ലൈനിങ്ങിൽ അടയാളപ്പെടുത്തേണ്ടത്. അപ്പം ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഷോൾഡറിൻ്റെ ഈ അടിച്ച ഭാഗം തൊട്ടിട്ട് ഇത് താഴെ വരെ ഇതാ 44ആണുള്ളത്. അപ്പോൾ എൻ്റെ അളവിൻ്റെ ചുരിദാറിന് 44ആണ് ഫുൾ ലെങ്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ വെട്ടുമ്പോൾ ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കുറച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ എടുത്തത് 42 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ഈ 42 ഇഞ്ച് നമുക്ക് ഇത് മുറിച്ച് മാറ്റാം. നമ്മൾ ലൈനിങ് മടക്കിയത് ഇങ്ങനെയാണ്. ഈ മടക്ക് വശം ഇപ്പുറത്തേക്കും, മറ്റേ ഭാഗത്ത് ഇതാ 4 തുണികളുണ്ടാവും. ഇപ്പുറം ഇതാ ഒരു മടക്കുള്ള നടുമടക്കിയിട്ട് ഇപ്പം 42 ഇഞ്ച് നീളത്തിലാണ് ഇത് വെട്ടി വെച്ചിരിക്കുന്നത്. ചെസ്റ്റ് ഇതാ 19ആണ്. അപ്പോൾ ഇത് 38ആണ്. 19, 19, 38. ഇത് ഷോൾഡർ 6.5. ഞാൻ 6.5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 38 ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് 6.5ആണ് ഷോൾഡർ വരിക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 38 ഹരിക്കണം 4 - 3 6.5ആണ്. ഇനി അടുത്തത് ആം ഹോളാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്താനായിട്ട് 6 എടുക്കുന്നുണ്ട് ഞാൻ താഴേക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് 6.5 തന്നെ വേണം. എന്നിട്ട് ഈ 6ലേക്ക് ഒരു ലൈൻ കൊടുക്കുക. ചെസ്റ്റ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് വരിക 9.5ആണ് വരിക. 38 ആകുമ്പോൾ അപ്പോൾ ഇത് 4-1 ഭാഗമാണല്ലോ ഇത്. അപ്പോൾ 9.5ആണ് വരിക. അപ്പോൾ 1/2 ഇഞ്ച് ലൂസും ചേർത്ത് 10 എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് ഇടുന്നു. ഇത് 2 ഇഞ്ച് വേണമെന്നില്ല, 1.5 1 ഇടാം. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് ഇടുന്നു. അപ്പോൾ നമ്മളെ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ കൈക്കുഴി വരയ്ക്കാനായിട്ട് കോർണറിന് 1.5 ഇഞ്ച് ഇവിടേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ ലൈനിൻ്റെ പകുതി 3 എടുത്തിട്ട്, 3 6ൻ്റെ പകുതി 3, അപ്പോൾ 3 എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇവിടെ ബ്രസ്റ്റ് റൗണ്ട് ഞാൻ 9.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട് എനിക്ക് വേണ്ടത് 14ആണ്. ഇവിടെ സീറ്റ് റൗണ്ടിന് 21 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് വരയ്ക്കാം. ബ്രസ്റ്റ് റൗണ്ടിൻ്റെ അളവാണ്. ഇതാണ് വേസ്റ്റ്. സീറ്റ് റൗണ്ട്. ഈ ബ്രസ്റ്റ് റൗണ്ട് വേണ്ടിയത് 10.25ആണ്. അപ്പോൾ 10.25 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. 10.25 2 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റ് റൗണ്ട് 9.25ആണ് വേണ്ടത്. ഇവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. പിന്നെ സീറ്റ് റൗണ്ട് വേണ്ടത് 21ആണ് വേണ്ടത്. അതിൻ്റെ പകുതി 10.5. പിന്നെ ഇവിടെ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ആയാലും മതി തയ്യൽ തുമ്പ്. ഞാനിവിടെ 1.5 ഇഞ്ച് ഇടുന്നുണ്ട്. നമുക്കിതെല്ലാം യോജിപ്പിക്കാം. ഇവിടെ നിന്നോട്ട് എന്നിട്ട് താഴേക്ക് സ്ലിറ്റിൻ്റെ അളവാണ് അടയാളപ്പെടുത്താനുള്ളത്. ചുരിദാറിൻ്റെ അടിവശത 23 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് 23ൻ്റെ പകുതി 11.5. അപ്പോൾ 11.5 ഇവിടെ അടയാളപ്പെടുത്തുക. 11.5. ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് ഇവിടെയും വിട്ട്. എന്നിട്ട് ഇവിടുന്ന് ഈ ലാസ്റ്റ് സീറ്റ് റൗണ്ടിൻ്റെ അവിടുന്ന് താഴേക്ക് ലൈൻ കൊടുക്കുക. ഇത് ബാക്ക്
ആംഹോളാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ മുന്നിൽ കൈക്കുഴീൻ്റെ അവിടെ ചുളിവ് വരാതിരിക്കാൻ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ഇവിടെ നിന്ന് അങ്ങോട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമുക്കിത് വെട്ടിയെടുക്കാം. ഇവിടെ ഇത് 2 കഷ്ണം ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ആദ്യം ഈ ലൈനിൽ കൂടെ രണ്ടും കൂടെ വെട്ടിയെടുക്കണം. ഇത് 2 പീസാക്കി ഇവിടെ അങ്ങോട്ട് വെട്ടിയെടുക്കാം. ഈ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഈ മുൻ പീസിൻ്റെ ഇവിടെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ലൈനിങ് വെട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് വെച്ചിട്ട് ചുരിദാർ തുണിയിൽ വെട്ടാം. ഇവിടെ ചെറിയൊരു വെട്ട് കൊടുക്കുക, നടും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ തുണീനെ നമുക്ക് 2ആയിട്ട് മുറിച്ചെടുക്കാം. ആദ്യം നമുക്ക് മുൻവശം വെട്ടാം. അപ്പോൾ മുൻഭാഗത്തെ പീസ് ഈ പ്രിൻ്റുള്ള ഭാഗം പ്രിൻ്റ് നടുക്ക് തന്നെ വരണം. അതുകൊണ്ട് പിന്നെ നേരെയാക്കിയിട്ട് ഒരു പിന്ന് കുത്തിയേക്കുന്നുണ്ട്, നീങ്ങി പോകാണ്ടിരിക്കാനാണ്. നമുക്ക് ലൈനിങ്ങിനേക്കാൾ ലൈനിങ് ഇതാ 42 ഉള്ളൂ. അപ്പോൾ 44ആണ് ചുരിദാർ ടോപ്പിൻ്റെ ഇറക്കം. അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് അധികം ഇടുന്നുണ്ട് ഇത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. നീളത്തിലൊന്നും ഇവിടെ വരച്ചു കൊടുക്കാം. പിന്നെ ഒന്നുമില്ല, ഇത് വെച്ചുകൊണ്ട് കറക്റ്റാക്കി വെട്ടിയെടുത്താൽ മതി. നമ്മൾ മുൻ പീസ് വെട്ടിക്കഴിഞ്ഞ് ബാക്ക് പീസാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് പീസ് വെട്ടുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മാത്രം എടുക്കുക. ബാക്കി സ്ലീവിന് വേണ്ടിയതുകൊണ്ട് ലൈനിങ് വെട്ടിയത് ഇവിടെ വെച്ച് നോക്കുക. ഇതും 45 തന്നെ എടുത്ത് നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കഴുത്ത് വെട്ടിയിട്ടില്ല. കഴുത്ത് ഞാൻ ഒരു പേപ്പറിൽ വെട്ടിയിട്ട് ഒട്ടിച്ചിട്ട് വെക്കുക ചെയ്യുന്നത്. അത് ഞാൻ കാണിക്കാം കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ ഒരു കഷ്ണം ലൈനിങ് തുണി ഇവിടെ വെച്ചിട്ടുണ്ട്. 13 ഇഞ്ചാണ് ഈ കൈയിൻ്റെ അളവ് വരുന്നത്. 13 ഇഞ്ചാണ്. അപ്പോൾ ഇതിനേക്കാൾ 1.5 ഇഞ്ച്, 1 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് കൈ കൂട്ടി അടിക്കുന്ന അടത്തിലേക്കായിട്ട് 1.5 ഇഞ്ച് അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ 14.5 ഇഞ്ച്. ഇവിടെയും 14.5 ഇഞ്ച് എടുക്കാം. ഇവിടെ നമ്മൾ ബോഡിയിൽ ആംഹോൾ കർവ് എടുത്തത് 6 ഇഞ്ചാണ് ആംഹോൾ എടുത്തത്. അപ്പോൾ 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഇവിടെ 9 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ ഈ താഴ്ഭാഗം, ഈ ഫോൾഡ് ചെയ്യാത്ത ഈ ഭാഗത്ത് 3.5 ഇഞ്ച് ഇറക്കിയിട്ട് താഴേക്ക് അടയാളപ്പെടുത്തുക. പിന്നെ ഇവിടെ 2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ആംഹോളിൻ്റെ ഇതിവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ കൈ വളച്ച് ഒന്ന് വെട്ടിക്കൊടുക്കുക. പിന്നെ സ്ലീവിൻ്റെ ഈ ആംഹോളിൻ്റെ ഇവിടെയുള്ള വണ്ണം എടുക്കുക. ഇത് 8.75 വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 8.75 ഇവിടെ അടയാളപ്പെടുത്തുക.
ഇത് താഴത്തെ വണ്ണമാണ് സ്ലീവിൻ്റെ, അത് 5.25 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 5.25 അടയാളം കൊടുത്തു. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇത് രണ്ടും യോജിപ്പിക്കുക. പിന്നെ ഇത് രണ്ടും, എന്നിട്ട് ഇതിങ്ങനെ വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ മുൻവശം ഒന്ന് ചെറുതായി കുഴിച്ച് വെട്ടണം. സ്ലീവിൻ്റെ അവിടെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 2 സ്ലീവ് ഉണ്ട്. ഇതാ ഈ 2 ഭാഗം, ഈ ഒരു ഭാഗം അങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിതാ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് പോന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഈ ലൈനിലേക്ക്, ഇത്രയും മതി. സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചുരിദാർ തുണിയിലേക്ക് നമുക്ക് വെട്ടാം വെച്ചിട്ട്. കഷ്ണത ഇങ്ങനെയാണുള്ളത്. അപ്പം ഇങ്ങനെ ഒന്ന് മടക്കി ഇനി ഒന്നുകൂടെ ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ നടുഭാഗത്തൊരു കട്ടിങ് കൊടുക്കുക ചെറുതായിട്ട്. പിന്നെ ഇത് ഇപ്പം കട്ട് ചെയ്തിരുന്നില്ല, ഞാൻ ഇതിലേക്ക് കൂട്ടി അടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ചുരിദാറിൻ്റെ തുണിയിൽ ഈ കുഴിച്ച് വെട്ടുന്നത് വെട്ടുന്നുള്ളൂ. അതപ്പോൾ വെട്ടിയാൽ മതി. അപ്പം അടിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഷുഗർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് കഴുത്ത് വെട്ടാൻ വേണ്ടി എടുക്കുന്ന പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കഴുത്ത് വെട്ടാം. എനിക്ക് കഴുത്തിൻ്റെ വിഡ്ത്ത് വേണ്ടത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിത് 3.25 എടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് 3.25 എടുത്തത്. അപ്പോൾ താഴെ ഒരു 3.25 എടുക്കുക. ഇറക്കം 6 ഇഞ്ചാണ് വേണ്ടത്. 6 എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് തമ്മിൽ കൂട്ടി വരയ്ക്കുക. ഈ 3.25 കൂടെ താഴേക്ക്, എന്നിട്ട് സ്ക്വയറോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ഇവിടെ വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ റൗണ്ട് കഴുത്താണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലെങ്ങനെ പുറത്ത് കൂടെ, എന്നിട്ട് ഇവിടെ കഴുത്ത് ചെറിയൊരു ലൈന് കൊടുക്കണം, ഒരു 4 ഇഞ്ച്. എന്തിനാന്ന് വെച്ചാൽ കഴുത്ത് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ വിട്ടു പോവാതിരിക്കാൻ, അളവ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇളകി പോവില്ല, പിന്നെ അളവുകളൊന്നും തെറ്റില്ല. ഒന്ന് താഴെ നിർത്തി വെക്കാം. പിന്നെ ഇതാ ഇതിലെങ്ങനെ ഇവിടെ വരെ അങ്ങോട്ട് കിട്ടാം. എന്നിട്ട് നമുക്കൊരു തുണിയിൽ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതിൽ 2 ഭാഗം ഉണ്ടാവും, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെയാണ് പശയുള്ള ഭാഗം, ഒരു മിന്നുന്ന ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ നെക്ക് വെക്കാനുള്ള ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്, ലൈനിങ് തുണി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്ന ഭാഗം അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതാ ഒട്ടിയിട്ടുണ്ട് ഇതിൽ. ഇത് ബാക്ക് നെക്കാണ്. അപ്പോൾ ഇതും അതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.